ദൈവത്തിന് മഹത്വം. നല്ല സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് നമ്മളെല്ലായ്പ്പോഴും ദൈവത്തിന് നന്ദി പറയണമെന്ന് ദൈവജനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം ദൈവം നൽകി തന്ന നന്മകളെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. കർത്താവാണ് നമ്മളെ സൃഷ്ടിച്ചത്, നമ്മളെ പരിപാലിക്കുന്നത്, നമുക്ക് ജീവശ്വാസം നൽകിയത്. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതൊരു തിരിച്ചറിവാണ്. എരുമങ്കാളുകൾക്ക് ഈ തിരിച്ചറിവൊന്നുമില്ല. തിന്നുക, കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ജീവിക്കുമ്പോൾ നമ്മളും ഈ ലോകത്തിൻ്റെ കാലഗതി ഒക്കെ അനുസരിച്ച് നടന്നിരുന്നവരായിരുന്നു. എന്നാൽ ജീവിതയാത്രയിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറന്നു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. ദൈവമുഖം ദർശിപ്പാൻ, ദൈവമഹത്വം ദർശിപ്പാൻ, ദൈവം എന്തിനാണ് നമ്മൾ സൃഷ്ടിച്ചെന്ന് തിരിച്ചറിയുവാൻ, ഈ ക്ഷണികമായിട്ടുള്ള നൈമിഷിക ലോക മോഹങ്ങൾക്കൊത്തോളം ജീവിക്കുവാനല്ല, നിലനിൽക്കുന്ന നിത്യതയുണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനായിട്ട് ദൈവമാണ് നമ്മുടെ ഹൃദയത്തെ തുറന്നത്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ആ ഒരു ഭാഗ്യം ലഭിച്ച ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്വമാണ് ആ ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിക്കുക എന്നുള്ളത്. ഒരിക്കലും ആ ദൈവഹിതത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുത്. കാരണം ദൈവവചനം പറയുന്നുണ്ട്, കാരണം ഈ ദൈവഹിതത്തിൽ നടക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനാണ്. ആ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ എതിർക്കുകയോ നിന്ദിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, കെടുത്തിക്കളയുന്ന ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ നടക്കുക. പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പത്രോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ എല്ലാ വരുവാനുള്ള ലോകത്തിൻ്റെ നന്മയൊക്കെ ആസ്വദിച്ചവർ പിന്മാറിപ്പോയാൽ വീണ്ടും അവരെ തിരികെ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ദൈവവചനം പറയുന്നത്. അപ്പോൾ നമ്മൾ ഉത്തരവാദിത്വമാണ് ദൈവവചനത്തിനൊത്തോളം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം, പാപവഴികളെ വിട്ടുതിരിയണം. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോകുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണത്. അപ്പോൾ അതുകൊണ്ട് ദൈവവചനത്തിനൊത്തോളം ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ശിഷ്ടജീവിതം ജീവിക്കാനായിട്ട് സമർപ്പണം ഉണ്ടാകണം, മനസ്സ് പുതുക്കണം, പാപവഴികളെ വിട്ടുതിരിയണം, ദൈവവചനത്തിൽ വലിയ ദാഹം ഉണ്ടാവണം. ഇതൊക്കെയാണ് നമ്മൾ ക്രിസ്തുവിൽ ആണ് എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവ്. അതിലെല്ലാം ഉപരിയായിട്ട് ദൈവവചനത്തിൻ്റെ അനുസരണം നമ്മളിലുള്ള എല്ലാ ഇരുട്ടും മലിനതകളൊക്കെ നീക്കിക്കളഞ്ഞ് നമ്മൾ ആ യേശുവിനെ പോലെ നമ്മൾ ആയിത്തീരുവാനായിട്ട് ഇടയായിത്തീരും. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്. അവിടെ പറയുന്ന കാര്യം ഇതാണ്, അവൻ പ്രത്യക്ഷനാകും. അതാണ് അവിടെ പറയുന്ന കാര്യം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം സദൃശ്യന്മാരാകും. 2 വാക്കുകളാണ് ഇന്ന് നമ്മൾ ഹൃദയത്തിലോട്ട് ഇത് കയറണം, നമ്മൾ ജീവനാകണം. ഒന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അവൻ എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ ഒരു കൂട്ടര് അവനോട് സദൃശ്യന്മാരാകും. അപ്പോൾ സദൃശ്യന്മാരാകും എന്ന് പറഞ്ഞാൽ കർത്താവ് പ്രത്യക്ഷനാകുന്ന തേജസ്സിലാണ്, മധ്യാകാശത്താണെന്ന് മാത്രമേ ഉള്ളൂ ആ പ്രത്യക്ഷത. ഇത് ലോകം ആരും കാണത്തില്ല. പക്ഷേ ഇന്ന് കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധ മക്കൾ, അഥവാ ദൈവവചനം അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും നടക്കുന്ന വിശുദ്ധരായിട്ടുള്ള കൂട്ടം, അവർ കർത്താവിനെ കാണും എന്ന് വ്യക്തമായിട്ട് പറയാണ്. അപ്പോൾ ഈ 2 വാക്യം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന 2 വാക്കുകൾ എന്തായിരുന്നു? ആ വാക്കുകൾ, അവൻ പ്രത്യക്ഷനാകും, നാം സദൃശ്യന്മാരാകും. അവൻ പ്രത്യക്ഷനാകും, നാം സദൃശ്യന്മാരാകും. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ 3-ാം അധ്യായം തുടങ്ങുന്ന വാക്യം ഒന്ന് വായിച്ചോട്ടെ. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. 3-ന്റെ 1 വായിച്ചേ. കാൺമീൻ എന്നുള്ളത്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, നമ്മുടെ ഉള്ളിൽ ഉള്ള വചനമാണ്. എന്നാൽ പിന്നെയും നമ്മൾ ആ വചനം കേൾക്കുമ്പോൾ ഇത് വചനം പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിച്ച് ഉണർത്തുക ആവശ്യമാണ്. കാരണം സർവ്വലോക ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നതുകൊണ്ട് ഏതു വിധേനയും ഇതിൽ നിന്നും മാറ്റിക്കൊണ്ട് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും തെറ്റിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് പിശാചിനുള്ളത്. അപ്പോൾ നമ്മൾ തുടർമാനമായിട്ട് കർത്താവ് മധ്യാകാശത്ത് വെളിപ്പെടുന്നതും അവനോട് കൂടെ ചേർക്കപ്പെടുന്നതും നമ്മളതിനായിട്ട് ഒരുങ്ങേണ്ടതും
ഒക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കേണ്ടത്. കാരണം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതുകൊണ്ട് മാത്രം കാര്യങ്ങൾ തീരുന്നില്ല. എരുപങ്കാളുകൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അതോടുകൂടി എല്ലാം തീർന്നു, ഇനിയിപ്പോൾ കർത്താവ് വന്നാൽ മതി. അതുപോലെ കർത്തൃമേശ എടുക്കുക, കൂട്ടായ്മ ആചരിക്കുക, അതുപോലെ സ്തോത്ര കാഴ്ച കൊടുക്കുക, ദശാംശം കൊടുക്കുക, ഇങ്ങനെയൊക്കെ കൊടുത്ത് പിന്നെ പുറമേയുള്ള കുറേ പരിച്ഛേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടും, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കൂട്ടമാണ് ഞങ്ങൾ ഇന്ന് തെറ്റിദ്ധരിക്കുന്ന അനേകർ ഇന്ന് ലോകത്തുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു കൂട്ടം എന്നുള്ളതല്ല ഇവിടുത്തെ ദൈവവചനം പ്രതിപാദിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നടക്കുന്ന തൻ്റെ മക്കൾ, അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവവചനത്തിൻ്റെ കൃത്യമായിട്ടുള്ള അനുസരണത്തിൽ കൂടി ജീവിക്കേണ്ടതിന് ആവശ്യകത എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇതൊരു ചെറിയ കാര്യമല്ല. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ അവരെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ദൈവവചനം നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ലോകം മൂല്യം കൊടുക്കുന്ന ഒന്നുമല്ല നിങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം കൊടുത്തതെന്നാണ് പറയുന്നത്. അതിനെ കൊടുത്ത് നിർമ്മലവും നിർദോഷിയുമായ കുഞ്ഞാടിൻ്റെ വിലയെ, ആ കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം, അതിൻ്റെ വില ഒരു മനുഷ്യനും കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ അത് ദൈവം തൻ്റെ പുത്രൻ്റെ ജീവനെ നൽകിയിട്ടാണ് നമ്മൾ, അതാണ് ഇവിടെ പറയുന്നത്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം. ആ എത്ര വലിയ സ്നേഹം എന്നുള്ളത് നമ്മൾ ആദ്യമൊക്കെ വായിക്കുമ്പോൾ ഇത് നമ്മൾ വായിച്ചു പോയി, പിന്നീട് നമുക്ക് പതുക്കെ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മളൊരു സമുദ്രത്തിലേക്ക് ഇറങ്ങുന്ന പോലെയായി സ്നേഹം എന്താണെന്ന് അറിയുമ്പോൾ. മനസ്സിലായില്ലേ? അതിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. വചനം പറയുന്നുണ്ടല്ലോ, ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായുന്നു. പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ്? ദൈവസ്നേഹം അത് എത്ര വലുതാണ് എന്ന് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ദൈവമക്കളിലോട്ട് ദൈവം പകരി കാണിച്ചത്. അപ്പോൾ ഇവിടെ പറയുന്നത്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. അപ്പോൾ പലപ്പോഴും മനസാക്ഷി അല്ലെങ്കിൽ രൂപാന്തരപ്പെടാത്ത മനസ്സൊക്കെ നമ്മൾ പലപ്പോഴും കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോകും. അതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറഞ്ഞാൽ. പിശാച് എപ്പോഴും പ്രവർത്തിക്കുന്നത് ചിന്തകളിലാണ്. ചിന്തയും മനസ്സിലുമാണ് പിശാച് പ്രവർത്തിക്കുന്നത്. ദൈവം പ്രവർത്തിക്കുന്നത് ആത്മാവിലാണ്. ദൈവം പ്രവർത്തിക്കുന്നത് ആത്മാവിലും, പിശാച് പ്രവർത്തിക്കുന്നത് മനസ്സിലും ചിന്തകളിലുമാണ്. അപ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവവചനത്തിൻ്റെ കൃത്യമായിട്ടുള്ള ബോധ്യത്തിൽ കൂടി ചിന്തകളെ പിടിച്ചെടുത്തുകൊണ്ട് മനസ്സിനെ പുതുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വചനത്തിനോടുള്ള ഒരു ദാഹമില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും മനസ്സിനെ പുതുക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ നമ്മൾക്ക് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവ് ദൈവവചനത്തിനോടുള്ള വലിയ ദാഹം ഉണ്ടാകും. ആ ദാഹമില്ലെങ്കിൽ ആത്മാവിനാലല്ല നയിക്കപ്പെടുന്നത്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടി മാത്രമേ ഒരു വ്യക്തി എന്ത് ചെയ്യത്തുള്ളൂ? കൃത്യതയോടുകൂടെ നയിക്കത്തുള്ളൂ. അല്ല, നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പോൾ ആലോചന പറഞ്ഞു തരുന്ന കർത്താവാണ്. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും, നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. യേശു ഞാനാണ് വഴി. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ ആ വഴി തിരിച്ചറിയുന്നത്? ദൈവവചനത്തിൽ കൂടിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിക്ക് നയിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വചനം എന്ത് ചെയ്യണം? വചനം ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അപ്പോൾ അങ്ങനെ ഹൃദയങ്ങളിൽ വചനം വസിക്കണമെങ്കിൽ നീ വീട്ടിലിരിക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ, പുറത്തോട്ട് പോകുമ്പോൾ, അകത്തോട്ട് വരുമ്പോൾ ഒക്കെ വചനം കേൾക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഈ കുറച്ച് സമയം നമ്മൾ വചനം വായിച്ചിട്ട് നമ്മൾ കൂടുതൽ സമയം മറ്റെന്തെങ്കിലും കാര്യത്തിൽ വ്യാപൃതനായിരുന്നാൽ ഈ വചനത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണും അതുപോലെ വീഡിയോസും ഗെയിമും സിനിമയും ഒക്കെ. പണ്ടൊക്കെ ഒരു സിനിമ കാണുമെന്ന് പറഞ്ഞാൽ എന്തെല്ലാം ബുദ്ധിമുട്ടായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സിനിമകൾ ഓരോ വ്യക്തികളുടെയും കൈകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് കഴിഞ്ഞു രണ്ട്, അല്ലെങ്കിൽ വീഡിയോസ്, ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള മൂവി, അല്ലെങ്കിൽ എന്തൊക്കെയാണോ താല്പര്യം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാഴ്ചകൾ, ഇതൊക്കെ കാണുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ കാഴ്ച ഒരു വ്യക്തിയുടെ മനസ്സിനെയാണ് എന്ത് ചെയ്യുന്നത്? വശീകരിക്കുകയും മനസ്സിനെയാണ് ബലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ പല സംഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ വിൽ പവറാണ് കൂടുതൽ ശക്തിപ്പെടുന്നത്.
എന്നാൽ ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്നത് അവൻ്റെ ആത്മാവിനാലുള്ള ജീവിതമാണ്. ആത്മാവിൽ അവൻ ജീവിക്കുമ്പോഴാണ് ആ വ്യക്തി തിരിച്ചറിയുന്നത് ദൈവരാജ്യത്തിൽ വസിക്കണമെങ്കിൽ അതിൻ്റെ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കുന്നത് വചനമാണ്. അങ്ങനെ വചനം വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, തുടർമാനമായി വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെയാണ് മനസ്സിനെ പുതുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നത്. നമ്മൾ അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ 14 ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിച്ചതിൻ്റെ കാരണം എന്താ? കാരണം ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്ദ്യനായിരുന്നു, പരീശന്മാർ എരിവുള്ളവനായിരുന്നു എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകൾ ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് എരിവോടുകൂടെ പഠിച്ച പൗലോസിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയായിരുന്നു എന്ത്? ദൈവവചനം. അതുകൊണ്ട് നിങ്ങൾ പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പൗലോസ് ഇത് എവിടെ നിന്ന് എടുത്തിട്ടായി പറയുന്നത്? സങ്കീർത്തനങ്ങളിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നൊക്കെ കോട്ട് ചെയ്ത് ഈ നിങ്ങൾ ക്രൂശിച്ചവനായ ഈ യേശുവാണ് മശിഹ എന്ന് തിരുവെഴുത്തുകളെ ആധാരമാക്കിക്കൊണ്ടാണ് പറഞ്ഞിരുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് അവർക്കൊന്നും പറയാൻ പറ്റാതിരുന്നത്. എന്താ പറഞ്ഞതിൻ്റെ താല്പര്യം? അന്ന് ഈ പൗലോസിനെ പോലെ പലരും ഉണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും ഇത്ര എരിവോടുകൂടെ എന്ത് ചെയ്തിരുന്നില്ല. ഈ വചനം ഗമാലിയേൽ പലരും പഠിപ്പിച്ചിരുന്നു അല്ലേ? അപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടങ്ങളിലും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു ചെറിയ ശേഷിപ്പിനെ നോക്കുന്നു, എരിവുള്ളവരെ നോക്കുന്നു, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുവാനായിട്ട് ആഗ്രഹമുള്ളവരെ നോക്കുന്നു, വിശ്വസ്തരായ ഗൃഹവിചാരകന്മാരിൽ അവൻ അന്വേഷിക്കുന്നവർ വിശ്വസ്തരായിരിക്കണം എന്ന് ദൈവം. അപ്പം അങ്ങനെയുള്ളൊരു കൂട്ടത്തെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കൂട്ടത്തിലേക്ക് കയറി വരുന്ന വ്യക്തികളുടെ ഹൃദയത്തിൽ വചനം. അപ്പോൾ അങ്ങനെ വചനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ, ഇതിപ്പോൾ നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പൗലോസ് ഈ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ പൗലോസ് ചിന്തിച്ചിരുന്നോ? നമ്മളൊക്കെ എഴുതിട്ട് ഈ ലേഖനം എന്ന് പറയും പൗലോസ് ചിന്തിച്ചിരുന്നോ? ഒരിക്കലും പൗലോസ് ചിന്തിച്ചിരുന്നില്ല. പൗലോസ് അന്ന് അവിടെ എന്താണ് പൗലോസ് ആ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, പൗലോസിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ കർത്താവിലേക്ക് വന്ന ഓരോ വ്യക്തികളും എന്ത് ചെയ്യണം? അതിൽ ഉറച്ച് ആ കർത്താവിൻ്റെ വരവെങ്കിൽ ഈ തേജസ്സിലേക്ക് എടുക്കപ്പെടണം. കാരണം ആ തേജസ്സിൻ്റെ പ്രകാശനം കർത്താവ് പൗലോസിൻ്റെ ഉള്ളിൽ കൊടുത്തു. അതാണ് പൗലോസ് പകർന്നു കൊടുത്തത്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഉള്ളിൽ ഈ ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു സ്പാർക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നിത്യതയുടെ ദൈവരാജ്യത്തിൻ്റെ ദൈവ തേജസ്സിൻ്റെ പ്രകാശനം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ജ്വലിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ വിശ്വാസം വരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. അപ്പോൾ നമ്മൾ വചനം വായിക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കുക, വചനത്തിനോടുള്ള ഒരു ദാഹം കുറഞ്ഞു വരുന്നുണ്ടോ അതോ കൂടിയാണോ വരുന്നത്? നാൾ സമീപിക്കുന്നവരും വർദ്ധിച്ചു വരണം എന്നല്ലേ പറഞ്ഞേ അല്ലേ? ദൈവവചനത്തിൽ വർദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുക, പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, നാം അങ്ങനെ തന്നെയാകുന്നു. അപ്പോൾ ഈ നമ്മളുടെ മനസ്സ് പലപ്പോഴും കുറ്റം വിധിക്കുമ്പോൾ അല്ലെങ്കിൽ കുറ്റബോധത്തിലേക്ക് നിരാശയിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടി നമ്മളെ ഉറപ്പിക്കുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന്. മനസ്സിലായോ? അതെന്തിനങ്ങനെ ഉറപ്പിക്കുന്നത്? നമ്മൾ ഓരോ ദിവസവും ആ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കണം, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. പലപ്പോഴും അങ്ങനെയുള്ളൊരു ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചിലപ്പോൾ പല സന്തോഷങ്ങളും ചിലപ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. ലോകക്കാർ ചെയ്യുന്നത് പോലെ ഒന്നും ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം എന്താ വെച്ചാൽ ദൈവമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഒക്കെ ദൈവമാണ് കരുതുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ പലപ്പോഴും നമ്മളുടെ ഇഷ്ടങ്ങൾ പലതും ചിലപ്പോൾ നമ്മൾ നടന്നു എന്ന് വരത്തില്ല. അങ്ങനെ നടക്കാതിരിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അതിനെല്ലാത്തിനും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കർത്താവേ നിന്റെ ഇഷ്ടം നിറവേറിയാൽ മതി അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 8:29 എന്ന് വായിച്ചാൽ യേശു പറയുന്നൊരു വാക്യമുണ്ട്. അതിൽ വളരെ പ്രാധാന്യമുള്ളൊരു വാക്യമാണ്. യോഹന്നാൻ 8:29. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട വാക്യം എന്തുവാ? അവൻ ഏകനായി വിട്ടിട്ടില്ല, പിന്നെ എന്നോട് കൂടെ ഉണ്ട്. അടുത്തത് രണ്ടുപേര് പറഞ്ഞു. അടുത്ത ആൾ പറഞ്ഞു അവന് പ്രസാദമുള്ളത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച വാക്യങ്ങൾ നിങ്ങൾ 3 പേരും പറഞ്ഞില്ല. ഒന്നുകൂടി വായിച്ചാൽ വാക്യം. എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി. എല്ലായ്പ്പോഴും
എല്ലായ്പ്പോഴും. 3 പേരും പറഞ്ഞ എല്ലാവരും പറഞ്ഞ വാക്കുകളിലുണ്ട്, പക്ഷേ നമ്മൾ പിടിച്ചെടുക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും. കണ്ടോ, ഞാൻ വല്ലപ്പോഴും ചെയ്യുന്നു എന്നല്ല പറഞ്ഞത്, എല്ലായ്പ്പോഴും അവൻ്റെ ഇഷ്ടം. ഇതാണ് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ വല്ലപ്പോഴും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ ആർക്കും ബുദ്ധിമുട്ടുള്ളത്? ആർക്കും ബുദ്ധിമുട്ടില്ല. നമുക്ക് നമ്മളുടെ മനസ്സിനൊത്തവണ്ണക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇവിടെ യേശു കർത്താവ് ഇത് ആരാ പറയുന്നത്? യേശുവാണ് പറയുന്നത്. എന്തിനങ്ങനെ യേശു അവിടെ പറഞ്ഞ കാര്യം യോഹന്നാൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്തിനാ? തൻ്റെ പാത പിന്തുടർന്നും കൊണ്ട് വരുന്ന ഒരു കൂട്ടം മക്കൾ ഇത് വായിക്കുകയും മനസ്സിലാക്കുകയും എന്താണ് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരെന്ത് ചെയ്യണം? അവരവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. അതാണ് ഇവിടെ പറയുന്നത്, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. അപ്പോൾ നമ്മളോട് കൂടെയുണ്ട് കർത്താവ്. ഇപ്പോൾ യേശു കർത്താവാണ് പറയുന്നത് എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ടെന്ന്, അല്ലേ? അത് യേശു പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടോ? ഉണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ പറയാം, കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ. നമുക്കുള്ള വാഗ്ദത്വമാണ് കേട്ടോ. അപ്പോൾ ആ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. അപ്പോൾ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവിന് നമ്മളോട് കൂടെ ദൈവം അയക്കുന്നത്? ഇവിടെ പറയാണ്, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. കേട്ടോ, അതാണ് ഇത്. എല്ലായ്പ്പോഴും പ്രസാദമുള്ളത് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ത് ചെയ്തില്ല? ഒരിക്കലും അവനൊരിക്കലും ഏകനായിട്ട് വിടത്തില്ല. കാരണം നമ്മൾ പലപ്പോഴും ഈ എല്ലായ്പ്പോഴും ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം എന്താ? ഗലാത്യ ലേഖനം 1:10 വായിച്ചാൽ നമുക്കറിയാം. ഒരു വാക്യോടെ പറയുന്നുണ്ട് അപ്പോസ്തലനായ പൗലോസ്. ഗലാത്യ ലേഖനം 1:10. എല്ലായ്പ്പോഴും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പറയാണ്. എന്താ പറയുന്നത് അവിടെ? അത് ചോദ്യമാണ് കേട്ടോ. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല, അവിടെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അത് നമ്മളോട് ചോദിക്കാനുള്ള ചോദ്യമാണ്. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ നമ്മളെ തന്നെയോ അല്ല. വായിച്ചോട്ടെ. അവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല അവിടെ. 2 ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്ത് അപ്പൊ ഇവിടെ അതാണ് പറയുന്നത്, ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കാൻ പറ്റത്തില്ല. ഈ അപ്പോസ്തലനായ പൗലോസ് ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഞാൻ ബന്ധുക്കാരോടോ ചാർച്ചക്കാരോടോ അല്ലെങ്കിൽ ആരോടും ഞാൻ ചോദിക്കാൻ പോയില്ല. മനസ്സിലായില്ലേ? ഞാൻ കർത്താവ് എന്നെ വിളിച്ചു, ഞാൻ അവരെ പൂർണ്ണം. അതുകൊണ്ടാണ് ദൈവവചനം നമ്മൾ കർത്താവിനെ പിൻപറ്റുവാനായിട്ട് ആഗ്രഹിച്ച് വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഒരുവൻ എന്നേക്കാൾ അധികമായി. നമ്മൾ മറ്റൊന്നിനെയും കർത്താവിനേക്കാൾ അധികമായി സ്നേഹിക്കാനായിട്ട് പാടില്ല. കാരണം അങ്ങനെ സ്നേഹിക്കുമ്പോൾ അതൊക്കെ വിഗ്രഹങ്ങളായിട്ട് മാറും, ഓർത്തത്തിൻ്റെ സ്ഥിരത നഷ്ടപ്പെടുത്തി കളയും. അപ്പോൾ ഇവിടെ യേശു കർത്താവ് പറയും, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, എല്ലായ്പ്പോഴും ഞാൻ അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട്. കേട്ടോ, എല്ലായ്പ്പോഴും ഈ വാക്ക് നമ്മളുടെ ഹൃദയത്തിലോട്ട് കയറണം. എല്ലായ്പ്പോഴും കർത്താവേ നീ എന്നെ സഹായിക്കണമേ, എല്ലായ്പ്പോഴും കർത്താവെ അങ്ങയുടെ ഇഷ്ടം ചെയ്യാനായിട്ട് എന്നെ സഹായിക്കണമേ. കാരണം അങ്ങനെ എല്ലായ്പ്പോഴും ചെയ്യാനുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് നമ്മളെ അങ്ങനെ നടത്താൻ പറ്റത്തുള്ളൂ. എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞാൽ ഓരോ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കൊച്ചു കാര്യങ്ങളിൽ പോലും ദൈവത്തിന് ഇഷ്ടം നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. മനസ്സിലായോ? ഇവിടെ പറയണേ, എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുക, നമ്മളെങ്ങനെയാണ് ഈ വല്ലപ്പോഴും വല്ലതും ചെയ്യുന്നതാണോ അത് എല്ലായ്പ്പോഴും ചെയ്യാനുള്ളൊരു ആഗ്രഹമുണ്ടോ? കാരണം നമ്മൾ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെയും മധ്യാകാശത്തിൽ പ്രത്യക്ഷനാകും, നമ്മൾ അവനോട് സദൃശ്യനാകും. അങ്ങനെ സദൃശ്യനാകണമെങ്കിൽ എല്ലായ്പ്പോഴും അവൻ പ്രസാദമുള്ളത് ചെയ്യണം. അതിനെയാണ് ഈ മുന്തിരിവള്ളി ശാഖയിൽ വസിക്കുന്ന അനുഭവം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? ഇതിൽ നിന്ന് മാറാൻ പറ്റുമോ? ഇല്ല. എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിക്കിൻ എന്ന് പറഞ്ഞത് അവിടുന്ന് മാറാൻ പറ്റുമോ? ആ നുഖത്തിൻ്റെ കീഴിൽ നിന്ന് മാറാൻ പറ്റുമോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ മുന്തിരിവള്ളി ശാഖയിൽ വസിക്കുന്ന അനുഭവം, നുഖത്തിൻ്റെ കീഴിൽ വരുന്ന അനുഭവങ്ങളൊക്കെ വരുമ്പോൾ അവിടെ വല്ലപ്പോഴാണോ ഇഷ്ടം ചെയ്യാൻ പറ്റുന്നത്? അല്ല, അവിടെ എല്ലായ്പ്പോഴും ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന ഒരു അനുഭവം. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കർത്താവ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് ദൈവം നമ്മളിൽ നിന്നും അത് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പറയാണ്, എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. അതിന് പറയാം, ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മെയും അറിയുന്നില്ല. അറിഞ്ഞിട്ടില്ലായക കൊണ്ട്. അപ്പം നമ്മുടെ പ്രത്യേകത എന്തുവാ? നമ്മളവനെ അറിയണം, ഒരു ബന്ധത്തിലേക്ക് വരണം. അതുകൊണ്ട് യേശു കർത്താവ് പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, ഇല്ലേ? പറയുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ബന്ധത്തിൽ വരുന്ന ആളുകളെല്ലാം എന്ത് ചെയ്യാം? ഈ
ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്നു വരും. രണ്ട് സ്ഥലത്ത് അത് പറയുന്നുണ്ട്. അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ചെയ്തു വന്നവരെ കുറിച്ച് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അല്ലേ? ഈ ബുദ്ധിയില്ലാത്ത കന്യകമാരെ കുറിച്ച് പറയുമ്പോഴും പറയുന്നുണ്ട്, അല്ലേ? ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അറിയാമെന്ന് പറഞ്ഞാൽ അതൊരു ബന്ധത്തിലുള്ളൊരു ജീവിതമാണ്. അത് ഒരു ദിവസം 2 ദിവസം ഒന്നുമല്ല. അത് ഒരു ലൈഫ് ടൈം കൊണ്ടാണ് അറിയുന്നത്. ഒരു വിവാഹം പോലെ ഒരു ഉടമ്പടിയിൽ കൂടി വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പുരുഷനും സ്ത്രീയും, അല്ലേ? 2 വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ, 2 വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകൾ, ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, ഇതൊക്കെയുള്ള 2 വ്യക്തികൾ വിവാഹത്തിൽ കൂടി അഥവാ ഒരു ഉടമ്പടിയിൽ കൂടി, അതാണ് ഇതിൻ്റെ പ്രത്യേകത, ഉടമ്പടിയിൽ കൂടി ഒന്നായി ചേർന്നിട്ട് അവരുടെ ജീവിതം അവർ ആരംഭിക്കുകയാണ്, അല്ലേ? ഒരു ദിവസം കൊണ്ടാണോ ഒരു ദിവസം കൊണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനും അല്ലെങ്കിൽ ആ 2 പേരും മനസ്സിലാവും? ഇല്ല. 10ഉം 25ഉം കൊല്ലമായിട്ട് മനസ്സിലായിട്ടില്ലല്ലോ പലപ്പോഴും, അല്ലേ? ഇപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ പല സ്വഭാവങ്ങൾ. 50 വർഷമായിട്ടും പലരും വിവാഹം കഴിഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ അതിനർത്ഥം ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണോ? അല്ല. പല ഇഷ്ടങ്ങൾ അറിയുന്നുണ്ട്. പലപ്പോഴും എന്തുകൊണ്ടാണ് പലതും അറിയാത്തത്? നമ്മുടെ ഇഷ്ടങ്ങൾ പലതും വിട്ടുകൊടുക്കാത്തതുകൊണ്ടാണ്, അല്ലേ? എന്താ കുടുംബജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ കാരണം എന്താ? ഭാര്യയുടെ ഒരു ഇഷ്ടം ഭാര്യ വിട്ടുകൊടുക്കുന്നില്ല, എനിക്ക് എൻ്റെ ഇഷ്ടം ചെയ്യണം. ഭർത്താവിൻ്റെ ഇഷ്ടം ഭർത്താവ് വിട്ടുകൊടുക്കുന്നില്ല, എനിക്കത് ചെയ്യണം. ഇങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ ഇതിനത് പറയുന്നത് എല്ലാം നിഴലാണ്. മനസ്സിലായോ? അപ്പോൾ യേശു കർത്താവിലേക്ക് വരുന്ന, ദൈവത്തിൻ്റെ മക്കളായി തീരുന്ന ഓരോ വ്യക്തികളും ഉടമ്പടിയിൽ കൂടിയാണ് വരുന്നത്. ആ ഉടമ്പടിയിൽ കൂടി കർത്താവിനോട് ചേരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇഷ്ടത്തിന് ഇനി പ്രാധാന്യമില്ല. കാരണം ഇതാരും നമ്മൾ നിർബന്ധിച്ചുകൊണ്ട് ചെയ്യിച്ചല്ലോ, ആണോ? അല്ല. ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതൊരു ഉടമ്പടിയിൽ കൂടി വിവാഹം നിർബന്ധിച്ച് ചെയ്തതാണോ? അല്ല. കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ ആയില്ല. അപ്പോൾ വിചാരിച്ചതുപോലെ ആവാനല്ല, പരസ്പരം കീഴ്പ്പെടുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഇഷ്ടങ്ങളെ മാറ്റിവെക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആ കുടുംബജീവിതം ഏറ്റവും ദൃഢമായിട്ടുള്ള ഒരു കുടുംബജീവിതമായി മാറും. ഇതുപോലെ തന്നെയാണ് കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഈ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ചേർന്ന് നടക്കുമ്പോഴാണ് കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച്. ഇതാണ് യേശു ചെയ്തത്. ഞാൻ എല്ലായ്പ്പോഴും അവൻ്റെ ഇഷ്ടം ചെയ്യുന്നു എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു നമ്മൾ അങ്ങനെ ആയിരിക്കും, നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ആ തേജസ്സിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഒരുക്കിയെടുക്കും. എന്താ കാരണം? കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുന്നതിന് വേണ്ടിയാണ്, തൻ്റെ മണവാട്ടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? പക്ഷേ ഈ ഒരു ബോധ്യമില്ലാത്തവരെന്ത് ചെയ്യും? ചേർന്ന് നടക്കത്തില്ല. ചേർന്ന് നടക്കാതിരുന്നാൽ കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ അവനോട് സദൃശ്യമാകുന്ന ഒരളവിലേക്കുള്ള ഒരു ക്യാരക്ടർ ഫോർമേഷൻ, ഒരു ദൈവ തേജസ്സിൻ്റെ നിറവ് ആ വ്യക്തികളിൽ ഉണ്ടാകുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് കൈവിടപ്പെട്ടു പോകുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്തമാണ് എന്ത് ചെയ്യുന്നത്? ഇത്ര അതിശ്രേഷ്ഠ പദവി എനിക്ക് നൽകിയെങ്കിൽ കർത്താവെ അങ്ങ് മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ ആ തേജസ്സിലേക്ക് ഞാനും എടുക്കപ്പെടത്തക്ക വണ്ണമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കി എന്നെ മാറ്റണം. അതിനായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകയിൽ പിൻപറ്റാൻ എന്നെ സഹായിക്കണമേ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് 2ാമത് വാക്യം, പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. കേട്ടോ? പിന്നെ അപ്പോൾ ഈ ദൈവമക്കളാകുന്നു എന്ന് പറയുന്നത് നമ്മൾ വായിച്ച് കേട്ട് നമുക്ക് അതിൻ്റെ വലിയ ഇതൊന്നുമില്ല, അല്ലേ? പലരും നമ്മൾ നോക്കി ലോകത്തെ പല കോടീശ്വരന്മാരുടെ മക്കളും അല്ലെങ്കിൽ ഇപ്പോൾ അംബാനി അല്ലെങ്കിൽ മറ്റു പലരും അവരുടെ വസ്ത്രധാരണം, അവരുടെ വിവാഹം, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്, അവരുടെ യാത്ര ചെയ്യുന്ന സംഭവങ്ങൾ, ഇതൊക്കെ ലോകം വലിയ കാര്യമായിട്ടൊക്കെ ഇതിലൊക്കെ ഇതാക്കുന്നത് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? അല്ലേ? അവരാ വലിയ കോടീശ്വരൻ്റെ മകളാണ് എന്നുള്ളതുകൊണ്ടാണ് അവർക്ക് ഇത്ര വലിയ ഇത് കൊടുക്കുന്നത്, അല്ലേ? നിങ്ങൾ നോക്കിയേ, ഓരോ കാര്യങ്ങൾ നോക്കിക്കോ, അല്ലേ? അല്ലെങ്കിൽ ബാക്കിയുള്ള സാധാരണക്കാരുടെ വലിയ മക്കൾ വല്ലതും ചെയ്യുന്ന വലിയ സംഭവങ്ങൾ വല്ലതും വാർത്തയാവുന്നുണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ സകല ചരാചരത്തിൻ്റെ ഉടയവനും സകലത്തിൻ്റെയും സൃഷ്ടാവുമായ ദൈവത്തിൻ്റെ പുത്രന്മാരാണ് നമ്മൾ. മനസ്സിലായി? എന്ന് പറഞ്ഞതിന് അർത്ഥം ഞാൻ പറഞ്ഞ താല്പര്യം എന്ന് പറഞ്ഞാൽ ഈ ബോധ്യം നമുക്കൊന്നും ഉണ്ടാകണം. ഇത്രയും വലിയൊരു ദൈവത്തിൻ്റെ മക്കളാണ് ഞാൻ. ആ അതിശ്രേഷ്ഠ പദവിയാണ് കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നത്. ആ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എന്നെ സ്വർഗസ്ഥലങ്ങളിൽ പിതാവിൻ്റെ സന്നിധിയിലാണ് എന്നെ ഇരുത്തിയിരിക്കുന്നത്. ആ ഒരു ബോധ്യമാണ് എന്നെ അതിനൊത്തവണ്ണം ജീവിക്കാനായിട്ട് സഹായിക്കുന്നതെന്ന്. മനസ്സിലായോ? ലോകത്തിൻ്റെ കോടീശ്വരന്മാരും അവരുടെ മക്കളും മറ്റു പലതും കൊണ്ടതാക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ആ ദിവ്യ സ്വഭാവവും തേജസ്സും നമ്മളിൽ നിന്നും വെളിപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഇത്രയും വലിയവനായ ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്ന് വെളിപ്പെടുത്തേണ്ടത്. മനസ്സിലായോ? അതല്ലാതെ വലിയ ജെറ്റ് വിമാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സമ്പത്തും സംഭവങ്ങളും കാണിച്ചിട്ടല്ല. മനസ്സിലായോ? നമ്മളുടെ സ്വഭാവത്തിൽ കൂടി, അല്ലേ?
നിങ്ങളെ കാണുന്നവർ യേശുവിനെ കാണണം. നിങ്ങളുടെ വാക്കുളുപ്പിനായി രുചി വരുത്തിയത് കൃപയോട് കൂടിയതായിരിക്കണം. ഒരു വ്യക്തി നിനക്ക് എന്ത് ചെയ്യണം നീ ആഗ്രഹിക്കുന്നു അത് നീ ചെയ്യണം. നന്മയാൽ തിന്മയെ ജയിക്കണം. അല്ലെ, വക്രതയും കോട്ടമുള്ള ഒരു തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി ഈ ലോകത്തിൽ ജീവന്റെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇങ്ങനെ നമ്മളിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളിൽ യേശുവിൻ്റെ തേജസ്സും യേശുവിൻ്റെ സ്നേഹവും ഇതാണ് ഞാൻ ദൈവമക്കളാണെന്ന് പറഞ്ഞതിൻ്റെ. അതല്ലാതെ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്, അല്ലേ, അല്ലെങ്കിൽ ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതല്ല. നമ്മളിൽ കൂടി യേശുവിന് ഇത് കാരണം ഇന്ന് നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രമാണ് നമ്മൾ, അല്ലേ, ക്രിസ്തുവിനെ ധരിച്ചവരാണ്, ക്രിസ്തുവിൻ്റെ സൗരഭ്യം വെളിപ്പെടുത്തേണ്ടവരാണ്. അതാണ് ഞാൻ ദൈവമക്കളാണെന്നുള്ള കാര്യം. മറ്റുള്ളവരിൽ നിന്ന് എന്ത് വ്യത്യസ്തമാണ് നമുക്കുള്ളത്? മറ്റു വ്യക്തികളിൽ നിന്നും എന്ത് വ്യത്യാസമാണ് എൻ്റെ കാഴ്ചപ്പാടുകൾക്കുള്ളത്? എൻ്റെ സംഭാഷണങ്ങൾ, എന്നെ നോക്കുന്നവർക്ക് യേശുവിനെ കാണത്തക്ക രീതിയിൽ എനിക്ക് എന്ത് മാറ്റമാണുള്ളത്? മനസ്സിലായോ? അപ്പം അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കാരണം അങ്ങനെ നമ്മളിൽ നിന്നും വെളിപ്പെട്ടു വരുന്ന ആ വ്യത്യാസം, അല്ലെങ്കിൽ നമ്മളിൽ നിന്നും വെളിപ്പെട്ടു വരുന്ന ആ സൗരഭ്യം, ആ വിശുദ്ധി, ആ സ്നേഹം, ആ താഴ്മ, ഇതാണ് നമ്മൾ അവൻ സദൃശ്യനാകുമ്പോൾ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനോട് സദൃശ്യനാകാൻ നമ്മളെ സഹായിക്കുന്നത്. അതാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ തൻ്റെ 33 വർഷത്തെ ജീവിതം കൊണ്ട് ഈ ലോകത്തുള്ള ഓരോ മനുഷ്യരെയും കാണിച്ചത്. മനസ്സിലായോ? അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവൻ സകലത്തിലും അവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അപ്പോൾ ഇനി ആരും പറയരുത്, അയ്യോ എനിക്ക് അങ്ങനെ പറ്റിയില്ലല്ലോ കർത്താവേ, ആ ഒരു സാഹചര്യത്തിന് നടുവിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് വചനം വായിക്കാൻ പറയുന്നത്. 4 സുവിശേഷങ്ങളിൽ യേശു ഓരോ സാഹചര്യങ്ങളുടെ നടുവിൽ ആർദ്രതയുള്ളവനായി, കരുണയുള്ളവനായി, ദൈവനീതിയുടെ ഉറപ്പുള്ളവനായി, അല്ലേ, സകലത്തിലും പിതാവിനെ പ്രസാദിപ്പിച്ചവനായി, എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടെ കാണിച്ച യേശുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും ഈ പറയുന്ന ഒരു അനുഭവത്തിൽ നമ്മൾ കയറി വന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ആ പദവിയുടെ ഉറപ്പുള്ള വ്യക്തിയായിട്ട് നമ്മൾ തീർത്തുള്ളൂ. തുറന്നു പറയാണ്, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അപ്പം ഇതാണ് എല്ലാവർക്കും പ്രശ്നമുള്ളൊരു സംഭവം. ഈ കർത്താവ് വരും എന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി, അതിനിടയിൽ കുറേ കള്ള ആളുകൾ പലതും പറയുന്നുണ്ട്, അല്ലേ. അപ്പം അതുകൊണ്ട് പത്രോസ് പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ പറയുമ്പോഴേ തന്നെ ഓർക്കും. പത്രോസ് എന്താ പറഞ്ഞത്? പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ ഈ കാര്യം പറഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യം എന്ത് പറഞ്ഞിരിക്കുകയാണ്, അല്ലേ. എന്താ പറഞ്ഞത്? പത്രോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം, അവിടെ അതിൻ്റെ 3:3 വായിച്ച പത്രോസ് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം 3-ാം വാക്യം. അവന്റെ പ്രത്യക്ഷതയുടെ അവൻ പ്രത്യക്ഷനാകും, നമ്മളെന്താവും? അവൻ പ്രത്യക്ഷനാകും, നമ്മൾ സദൃശ്യനാകും. ഇതിപ്പോ നേരത്തെ പറഞ്ഞത് ആരായിരുന്നു? അവിടെ പറഞ്ഞത് പൗലോസ്, അവിടെ പറഞ്ഞ യോഹന്നാൻ, ഇവിടെ പറയുന്ന ആരാ? പത്രോസ്. അപ്പോൾ പത്രോസും യോഹന്നാൻ ഒക്കെ ഒരേ കാര്യം പറയുന്നു. ഇവിടെ പറയുന്ന കാര്യം നോക്കൂ, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? എന്നിട്ട് പറയാണ്, പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന അപ്പൊ നോക്കിയേ കേട്ടോ, ഇപ്പൊ ഈ കാലഘട്ടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഒരു കൂട്ടത്തെ കുറിച്ചുകൂടെ പറയാ. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷവും സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. നിങ്ങൾ കർത്താവ് വരും എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? കാരണം ഇത് ലോകത്തിന് കാണാൻ പറ്റത്തില്ല കേട്ടോ. അതാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇത് പറയും, ഇങ്ങനെ പലരും പറയുകയൊക്കെ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകളും മറ്റ് പലതൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് എവിടെ പോയിന് കേൾക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യും, അകത്തുള്ള ആ പ്രത്യാശയൊക്കെ പലപ്പോഴും മങ്ങലേൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മനസ്സിലായി? അതാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്. സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിച്ചു വരും, അവന്റെ ശുശ്രൂഷകന്മാർ നീതിയുടെ ശുശ്രൂഷയുടെ വേഷം ധരിച്ചു വരും. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഒറിജിനൽ എന്താണെന്ന് വ്യക്തമായിട്ട് ബോധ്യം ഉണ്ടാവുകയും അതിനത്തോളം നമ്മൾ നടക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ കണ്ട് തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പത്രോസ് ഇവിടെ പറയാം കേട്ടോ. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ വാക്ക് ശ്രദ്ധിക്കണം. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. കേട്ടോ, ഇതൊരു വലിയൊരു കാര്യമാണ്. പരിഹാസികൾ പരിഹാസത്തോടെ വരും. അവരെന്താ പറയുന്നത്? സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുക. എന്നാൽ ഒരു യഥാർത്ഥ ദൈവ പൈതൽ മോഹങ്ങളെ അനുസരിച്ചല്ല നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവം എല്ലാ ആവശ്യമുള്ളത് നൽകി തരാതിരിക്കും. വ്യക്തമായിട്ട് വചനം പറഞ്ഞു. ഞാനിത് പറയുമ്പോൾ എപ്പോഴും ഈ ബാലൻസ് ചെയ്ത് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. ഈ മോഹങ്ങൾക്കനുസരിച്ച് നടക്കുന്നതും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിച്ചിട്ട് ദൈവത്തിന്റെ സമയത്ത് ദൈവം അത് നൽകി തരുന്നത് രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായോ? മോഹങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കത് കിട്ടിയേ പറ്റൂ,
ഞാനതിന് ഏത് വില കൊടുത്ത് ഞാനതിനെ പിടിച്ച് മേടിക്കും. അതാണ് മോഹങ്ങൾ. അങ്ങനെ വരുമ്പോഴാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ ഉള്ള ഒരു പ്രശ്നം വരുന്നത്. 106:15 സങ്കീർത്തനം മോഹങ്ങളിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നം അതാണ്. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, അവരുടെ പ്രാണന് ക്ഷയം. അല്ലെ, അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു. അപ്പൊ ഈ അപേക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ അത് അവരുടെ മോഹത്തിലായിരുന്നു. അവരുടെ പ്രാണന് ക്ഷയം അയച്ചു. പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ നമ്മളോട് ദൈവവചനം പറഞ്ഞിരിക്കും, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. അങ്ങനെ അറിയിക്കുമ്പോൾ സകല ബുദ്ധിയും ദൈവീയ സമാധാനം ക്രിസ്തുയേശുവിൽ ഹൃദയങ്ങളെ നിലവിളയും. എന്താ പറഞ്ഞതിന് അർത്ഥം? ഈ ബുദ്ധി, നമ്മളുടെ നിലവ് ഭയങ്കരമായിട്ട് അങ്ങ് അസ്വസ്ഥമാവും മോഹം കയറി കഴിഞ്ഞാൽ. മനസ്സിലാകുന്നുണ്ടോ? മോഹം കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യും? ഈ മൈൻഡ് ഭയങ്കര അസ്വസ്ഥമാകും. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് വന്ന ആ ഒരു കാര്യത്തെ ദൈവസന്നിധിയിൽ കൊടുക്കും. കർത്താവേ, എൻ്റെ ആവശ്യത്തെ എൻ്റെ ഇഷ്ടത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സമർപ്പിക്കുന്ന സംഭവിക്കുക, ഈ മൈൻഡ് അങ്ങ് ഫ്രീ ആവും. മനസ്സിലായോ? അതോട് പറയുന്നത് അപ്പം തന്നെ നൽകി തരാമെന്നല്ലല്ലോ പറഞ്ഞത്. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ വിടുതലാകും. അങ്ങനെയല്ല വചനം പറയുന്നത്. ഇപ്പോൾ എന്നൊന്നല്ല പറയുന്നത്. ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി അറിയിക്കുക. അതിനൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ വിടുതൽ വരും. അതുവരെ ആ ക്രൂശിൽ കിടക്കുന്ന ഒരു അനുഭവത്തിൽ മുന്നോട്ട് പോകേണ്ടതായ ആവശ്യമുണ്ട്. മനസ്സിലായോ? ദൈവഹിതമാണെങ്കിൽ ദൈവം അത് നമുക്ക് നൽകി തരും. അതിന് ദൈവത്തിനൊരു ബുദ്ധിമുട്ടുമില്ല. വ്യത്യാസം മനസ്സിലാകും. അപ്പോൾ സകല ബുദ്ധിയും ദൈവീയ സമാധാനം ക്രിസ്തുയേശു നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും. അപ്പൊ ഇവിടെ പറയാ, ഈ അവിടെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെയെന്ന് ചോദിച്ചിട്ട് പറയാം, പിതാക്കന്മാർ നിദ്ര കൊണ്ട് ചേർന്ന് വായിച്ചിട്ട് താഴേക്ക്. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളു. അത് അന്ത്യകാലത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ഒരു അന്ത്യകാലം ആണോ എന്ന് അറിയണമെങ്കിൽ ഇതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇതിന്റെ ഏറ്റവും കൂടിയ ഇതിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വരുമ്പോൾ അവൻ എന്ത് ചെയ്യണം? തലകൾ ഉയർത്തി നോക്കി വീണ്ടെടുപ്പ് അടുത്തൊന്ന് തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യണം? അധികമായിട്ട് ഒരുങ്ങണം. താഴേക്ക് വായിക്കുമ്പോൾ ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുപിരിക്കുന്നുവെന്നും അവർ മനസ്സോടെ മറന്നു കളയും. രണ്ട് കാര്യമുണ്ട് ഇവിടെ. ഒന്ന്, ദൃഷ്ടാന്തമായത്. എന്തോ ദൃഷ്ടാന്തമായത്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്താണ് ദൃഷ്ടാന്തമായത്? ദൃഷ്ടാന്തമായത് ജലപ്രളയത്തിൽ എല്ലാവരും നശിച്ചുപോയി. അത് ദൃഷ്ടാന്തമായിരുന്നു. ഇനി നമുക്ക് ബുദ്ധിപദേശം എഴുതിയിരിക്കുന്നത് എന്തുവാ? ഈ കാണുന്ന ആകാശവും ഈ കാണുന്ന ഭൂമിയും തീക്കായി ചുട്ടഴിവാനുള്ളതാണ്. അതാണ് ബുദ്ധിപദേശം. നമ്മൾ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. ആകാശം, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, എല്ലാം ഒരു കുഴപ്പമില്ല. വെള്ളത്തിലുള്ള ഭൂമിയൊക്കെ ഇങ്ങനെ എല്ലാം കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയാണെങ്കിൽ ദൈവവചനത്തിന് മാറ്റം സംഭവിക്കത്തില്ല കേട്ടോ. അപ്പൊ ഇതാണ് ബുദ്ധിപദേശം. ഇത് ആളുകൾക്ക് മനസ്സിലാവത്തില്ല, നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ സ്തോത്രം കേട്ടോ. അവിടെ പറയാം, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും. അടുത്ത വാക്യമുണ്ട്, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ. പറഞ്ഞതിന് അർത്ഥം എന്തുവാ? അതേ വചനം എന്ന് പറഞ്ഞാൽ എന്താ? വചനത്തിന് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റം വരത്തില്ല. അവന്റെ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു. അതതിന്റെ പ്രവൃത്തി ചെയ്യും. സാഹചര്യങ്ങൾ ഇതൊന്നും നിങ്ങൾ കണ്ടിട്ട് അയ്യോ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കരുത് കേട്ടോ. അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു. അടുത്തത്, ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കുവാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. രണ്ട് കാര്യത്തോടെ പറയണം. മനസ്സോടെ മറന്നു കളയാണ്. നമ്മൾ ചെയ്യേണ്ടത് മറന്നു കളയല്ല, നമ്മൾ മനസ്സിനെ പുതുക്കണം. ഇത് എന്നും ഓർക്കണം, ഓർമ്മിപ്പിച്ചുണർത്തണം. കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങണം. കർത്താവ് ഇന്ന് അങ്ങ് വരികയാണെങ്കിൽ കർത്താവ് എടുക്കപ്പെടുവാൻ തടസ്സം നൽകി എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഇതൊക്കെ എങ്ങനെയുള്ളൊരു ഇതൊക്കെ ഉണ്ടാവണം നമ്മുടെ ഉള്ളിൽ. മനസ്സിലായോ? ഒരു കൂട്ടർക്ക് എന്തില്ല, ഇതൊന്നുമില്ല കേട്ടോ. എന്നിട്ട് പറയാണ് അതിന്റെ 8ാമത്തെ വാക്യം, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. എന്തേ പറഞ്ഞതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ പറയുന്നത് 12,000 വർഷമായിട്ട് ഒന്നും, പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം പോലെ ആയിട്ടുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് കർത്താവ് ഇത്ര സമയം അനുവദിച്ചു തന്നത്?
അതാണ് ഇവിടെ താഴെ പറയുന്നത്. നോക്കിയേ കേട്ടോ, അടുത്ത ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. കേട്ടോ, താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. മതി കേട്ടോ, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് സംഭവിക്കും. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് പറയുന്നത്. നോക്കിയാണോ, ആ 2 ദിവസം പോലെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണമെങ്കിൽ എപ്പോഴേ വരാമായിരുന്നു. പക്ഷെ കർത്താവിന്റെ ഹൃദയത്തിൽ ആഗ്രഹം എന്തുവാ? ആരും നശിച്ചു പോകല്ലേ, എല്ലാവരും. കാരണം അത്രമാത്രം കാര്യങ്ങളാണ് ദൈവം തന്റെ മക്കൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അത് കാണാൻ പറ്റുന്നില്ല. അതാണ് ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ വഞ്ചകനും പിശാച് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്, ഈ തേജസ്സിന്റെ സുവിശേഷം വെളിപ്പെടാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളെ കണ്ണങ്ങ് കുരുട്ടാക്കി. മനസ്സിലായോ? അവർ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ മാത്രം, സൂര്യന് കീഴെയുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരായിട്ട് നിത്യനാശത്തിലേക്ക് പോകണമെന്ന് അവൻ വിചാരിക്കും. മനസ്സിലായോ? പക്ഷേ ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരുമ്പോൾ അവിടെ ഒരു കൂട്ടം അവനായിട്ട് ഒരുങ്ങും. ഒരു ചെറിയ ശേഷിപ്പുള്ളൂ. നമ്മൾ ആ ശേഷിപ്പിലാണെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തമാണ് അതിനൊത്തവണ്ണം ഒരുങ്ങണം. ചെറിയ ആട്ടിൻകൂട്ടമേ, ചെറിയ ശേഷിപ്പ്, മണവാട്ടി സഭ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആ ഒരു അനുഭവത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരുങ്ങണം. അപ്പോൾ ഇവിടെ പറയാണ് കേട്ടോ, ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിറവേറ്റാൻ താമസിക്കുന്നില്ല. നമ്മൾ റോമാലേഖനം വായിക്കുമ്പോൾ അവിടെ ഒരു വാക്യമുണ്ട്. എന്താ വാക്യം? ജാതികളുടെ സംഖ്യ തികയുവോളം ഇസ്രായേലിന് അംശമായ കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇന്ന് കഠിനപ്പെടുത്തിയിട്ടിരിക്കുന്നെങ്കിൽ അതിൽ കുറച്ചും കൂടി പേര് അതിലോട്ട് വരാനായിട്ട് ഉണ്ട്. വന്നവർ ഒരുങ്ങാനുണ്ട്. ആ തേജസ് കർത്താവോട് അവൻ പ്രത്യക്ഷനാകും. നമ്മൾ സദൃശ്യന്മാരാകണമെങ്കിൽ അതിനനുസരിച്ച് വചനം കേട്ട് ഒരുങ്ങേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അത് പെട്ടെന്ന് സംഭവിക്കും കേട്ടോ. അതാണ് പറയുന്നത്, നിവർത്തിക്കാൻ താമസിക്കാൻ ആര് നശിച്ചുപോയത് എല്ലാവരും മാനസാന്തരപ്പെടാൻ നിശ്ചയിച്ചവൻ ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പെട്ടെന്ന് അത് സംഭവിക്കും. അപ്പോൾ നമ്മൾ ഉത്തരവാദിത്തമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു അനുഭവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങണം. അതാണ് യോഹന്നാൻ പറഞ്ഞത്, അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെ കേട്ടോ. ഈ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കും. അപ്പോൾ അവൻ പ്രത്യക്ഷനാകുന്നുള്ള യാഥാർത്ഥ്യവും അവനോട് സദൃശ്യന്മാരാകണമെന്ന ആഗ്രഹമുള്ളവരെന്ത് ചെയ്യണം? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കണം. കാരണം ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കും. വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. അപ്പം അങ്ങനെയെങ്കിൽ കർത്താവ് മധ്യാകാശത്ത് വെളിപ്പെടുമ്പോൾ, അവിടെ പ്രത്യക്ഷനാകുമ്പോൾ അവനോട് കൂടെ നമ്മളും തേജസ്സിലെടുക്കപ്പെട്ട് അവനോട് സദൃശ്യന്മാരായി ആ തേജസ്സുള്ള കർത്താവിനോട് കൂടെ തേജസ്സിൽ വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഒരുങ്ങുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ തഴക്കം വരണം. എല്ലാ ക്ഷീണങ്ങളും ഇതൊക്കെ മാറി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുന്നവരായിട്ട് നമ്മൾ വരണം. ദൈവ വിഷയങ്ങളിൽ നമ്മൾ സമ്പന്നരാകണം. വചനം കേൾപ്പാനും വായിക്കുവാനും ഒക്കെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ്. മറ്റ് പ്രയോജനമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവമായിട്ടുള്ള സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് ദൈവവിഷയങ്ങൾ വർദ്ധിച്ചു വരുവാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി കണ്ണിൽ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം അങ്ങനെ തന്നെയാകുന്നു അല്ലേ? നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. അവനിൽ പ്രത്യാശയുള്ളവനൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. പ്രാർത്ഥിക്കുക. സ്രോതസ്സ് പിതാവേ, അങ്ങയുടെ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അങ്ങയുടെ ഹൃദയത്തിൽ ആഗ്രഹത്തെ അങ്ങ് വെളിപ്പെടുത്തി തരുന്നല്ലോ. ഹല്ലേലൂയ. ഞാൻ എല്ലായ്പ്പോഴും അവൻ ഇഷ്ടമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. കർത്താവേ, എല്ലായ്പ്പോഴും അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന ആ പുത്രനെ പോലെ ഞങ്ങളെ മാറ്റണം. കർത്താവേ, അതിന് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഞങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഞങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവ് അതെല്ലാം നീക്കിക്കളഞ്ഞ് പൂർണ്ണമായിട്ടൊരു സമർപ്പണമുണ്ട്. ഓരോ വചന കേൾവിയിലും കർത്താവെ ഞങ്ങളുടെ സമർപ്പണമാണല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പുത്രനായ യേശുവിനെ പോലെ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണം. കർത്താവ്, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന അങ്ങയുടെ കൃപ അവിടെ എല്ലാം വെളിപ്പെടണം. കർത്താവെ, ആ തേജസ്സിന് അധികമായ വെളിപ്പാടിലേക്ക് എല്ലാവരെയും അങ്ങ് നയിക്കണം. അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. തൻ്റെ മഹത്വം വ്യക്തികൾക്ക് സ്തുതി വിഗ്രഹത്തിൽ വിട്ടുകൊടുക്കാത്ത കർത്താവെ, നാളുകളിൽ അങ്ങയുടെ മഹത്വം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ മഹത്വം വെളിപ്പെട്ടാൽ ഒരു വ്യക്തിക്ക് പോലും അതിനെ തടഞ്ഞു നിർത്തുവാനായിട്ട് കഴിയത്തില്ലല്ലോ. കർത്താവെ, അങ്ങയുടെ മഹത്വം വെളിപ്പെടാനും അനേകർ കർത്താവെ ആ മഹത്വത്തിലേക്ക് കർത്താവെ വരുവാനും, കർത്താവെ അങ്ങ് മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ
കർത്താവെ ആ തേജസ്സിലേക്ക് എടുക്കപ്പെടുന്ന ആ ഒരു കൂട്ടമായി തീരാനും കർത്താവ് സഹായിക്കണം. ദൈവങ്ങളിൽ ഞങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങൾ കേട്ട വചനങ്ങളൊന്നും നഷ്ടമായി പോകരുത്. ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് 100 പേരെ ഫലം പുറപ്പെടുവിപ്പാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.